എല്ലാം സ്വന്തം പരിപാടി 10 കൊല്ലത്തെ പരിപാടി. ചെക്കൻ്റെ നമുക്ക് മുണ്ട കൊടുത്ത് കിഡിലായിട്ടുണ്ട്. ഗൈസ്, ആദ്യമായിട്ട് കണ്ണും കരിയും ഞങ്ങൾ എഴുതാൻ പോയി. കരി ഇതേവരെ ഞങ്ങൾ തൊട്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈം ഞങ്ങൾ കരി എഴുതാൻ പോണേ. അത് നമുക്ക് ഇവിടെ ഒരു കുത്തുകുത്ത. എല്ലാരും പറയാം അവിടെ ഒരു കുത്തുകുത്തണം. അയ്യോ, ചെറിയ കുത്തു. എന്നെ കുളിപ്പിച്ചപ്പോ വേറൊരു ഫീലായിരുന്നേ. പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ലേ എന്നെ കുളിപ്പിക്കുന്നത്. അയ്യടാ, ഞങ്ങള് റെഡിയായി. നമ്മളതേ ഡ്രസ്സൊക്കെ മാറി കുഞ്ഞിനെ നൂല് കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഇതിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്നുള്ള ഒരുക്കം. ചെക്കനതേ കരിയൊക്കെ എഴുതി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓ, ഇട്ടപ്പോ വേറെ ലുക്കായി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പൊ അവനെ ഇടിപ്പിച്ചതാ. അല്ല, നമ്മള് നൂല് കിട്ടുമ്പോ ഇത് ഇടത്തില്ലല്ലേ. മീനി ചേച്ചി ഇതേ വരുന്നുണ്ട്. ഉലാത്തി വരുന്നത് കണ്ട സുഹൃത്തുക്കളെ. കൊടുക്കണമായിരുന്നു. എല്ലാം കൂടി ആയപ്പം സമയം കിട്ടിയില്ല. കടന്നു പോകും. അപ്പം നമ്മളിത് പറയിടാൻ പോവല്ലേ. വിളക്ക് കത്തിച്ചിട്ട് പറയട്ടാലോ? വിളക്ക് കത്തിച്ചിട്ടാണോ? വിളക്ക് കത്തിച്ചിട്ടാണോ പറയുന്നത്? ഓക്കെ. ചെക്കനെന്തേ? ആരുടെ കെട്ടിയിട്ടല്ലേ പേരിടുന്നത്? ഞങ്ങളുടെ മുണ്ട് വരണ്ടേ? ഓ ഇല്ലപ്പാ കൊല്ലൂന്ന്. ഒരു ചെവി കുത്തിയിട്ട് ഒരു ചെവിയില്. ഇല്ലപ്പാ ഇല്ല. അടുത്ത പേര് റിവീൽ ചെയ്യാം സുഹൃത്തുക്കളെ. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ. അപ്പോൾ ദർശിത് പ്രവീൺ എന്നാണ് നമ്മുടെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര്. നമ്മളെല്ലാവരും അവനെ ചെല്ലത്തോടെ അൻപേ എന്ന് വിളിക്കും. അൻപേ. നമ്മളെല്ലാരും അൻപാണേ. നീ നമ്മളെല്ലാരും അൻപാണ് കേട്ടോ. എന്തുവായത്?
എന്താ വേണം? ഇപ്പോ നമ്മളെ പ്രോഗ്രാം അപ്പൊ എന്തേ മൃദുലേ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നമ്മുടെ എൻഗേജ്മെന്റിന് നമ്മള് അന്ന് അതേ ഇരുന്ന അതേ സ്ഥലം എന്ന് വെച്ചാൽ ഫുഡും കഴിച്ച് റിലാക്സ് ചെയ്തിരുന്ന അതേ സ്ഥലം, തണുപ്പുണ്ട്. അപ്പൊ എന്തായാലും ഓവറോൾ പരിപാടി നല്ല